ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ജാനുവരി 27 മണത്തല നേർച്ചയുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. എന്തോ പിള്ളേർ ഇപ്രാവശ്യം ലീവൊന്നും എടുക്കാത്ത കാരണം ഞങ്ങൾ പകലൊന്നും നേർച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. രാത്രിയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഏകദേശം ഒരു 8:30 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വീടിൻ്റെ അടുത്തു നിന്ന് തന്നെ ഒരു ഓസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാഴ്ച ഉണ്ടായിരുന്നു. അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്ലോക്കിൻ്റെ അവിടേക്കാണ് പോയത്. ബ്ലോക്കിൻ്റെ അവിടെ ബ്ലോക്ക് ഗൈസിൻ്റെ കാഴ്ച ഉണ്ടായിരുന്നു. ഹൈവേയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം അവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കാല് കടഞ്ഞ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കുറേ നേരം ശിങ്കാരിമേളൊക്കെ കണ്ടു. എനിക്ക് ആ പോപ്പോസ് പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ പറന്ന് വരുമ്പോൾ ചാടി പിടിക്കാറുണ്ടായിരുന്നു ഞാനും മക്കളൊക്കെ. ശിങ്കാരിമേളം കഴിഞ്ഞപ്പോൾ പിന്നെ വി കെ ടീമിൻ്റെ നാസിക് ഡോൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ പള്ളിയുടെ അടുക്ക് നടന്നു കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലും നിറയെ കടകളായിരുന്നു കേട്ടോ. ഒക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അലുവക്കടകളായിരുന്നു കേട്ടോ കൂടുതൽ. അലുവ, പുരി, നുറുക്കുകൾ അങ്ങനത്തെ കടകളുണ്ടല്ലോ, അതായിരുന്നു കൂടുതൽ. പിന്നെ ലൈവ് ജിലേബി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കടകൾക്കൊക്കെ കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഹൈവേ വരുന്ന കാരണം കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ ആയിട്ടാണ് കടകൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യം പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇരിക്കാനും കാഴ്ച കാണാനും ഇരിക്കാനും പള്ളിയുടെ ഫ്രണ്ടിലും പള്ളിയുടെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഹൈവേയുടെ ആ തൂണുകളുണ്ടല്ലോ, അതൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ ഇരുന്നിട്ടാണ് കാഴ്ചകളൊക്കെ കണ്ടിരുന്നത്. നേർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ കഴിക്കുക ഗോബി മഞ്ചൂരിയനാണ് കേട്ടോ. കളിപ്പാട്ടങ്ങളൊന്നും അങ്ങനെ മേടിക്കാറില്ല. ഗോബി മഞ്ചൂരിയൻ കഴിക്കും. അതുപോലെ തന്നെ കുലുക്കി സർബത്ത്, ബൂസ്റ്റ്, അതാണ് കഴിക്കാറ് കേട്ടോ. പിന്നെ കളിപ്പാട്ടം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് സൈന് കുറേ ബഹളം വെച്ചു. പക്ഷേ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് എന്തോ പൂരത്തിനും നേർച്ചയെന്നൊന്നും അങ്ങനെ കളിപ്പാട്ടങ്ങൾ മേടിക്കുന്നത് അങ്ങനെ ഒരു താല്പര്യം, തൃപ്തി വരാറില്ല. മണത്തല നേർച്ച എന്ന് പറയുമ്പോഴേ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. നമ്മൾ കൊല്ലത്തിലൊരിക്കൽ പബ്ലിക്കായിട്ട് വായി നോക്കാനിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ മണത്തല നേർച്ച. പള്ളിയുടെ 2 സൈഡിലും ചെറിയ അരമതിലുകളില്ലേ, അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുൾ വായി നോട്ടം. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ലല്ലോ, ഇപ്പോൾ വായനോട്ടമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളി നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന ആ താണിമരം ഉണ്ടല്ലോ, അതിൽ വലിയ താടി മീശക്കുള്ള പാമ്പുണ്ട് അത്രേ, പറഞ്ഞു കേട്ടതാണ്. പിന്നെ അതിന് പാലും മുട്ടയൊക്കെ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. അത് പിറ്റത്തെ ദിവസം കൊടിയേറ്റ കാഴ്ചയുടെ സമയത്താണ് അതിന് പാലും മുട്ടയൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് പിറ്റത്തെ ദിവസം ക്ലാസ്സുള്ള കാരണം അധികം നേരമൊന്നും നിന്നില്ല. കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ച് പോരുന്ന സമയത്താണ് അവിടെ കുലുക്കിക്കട കണ്ടത്. കുലുക്കി സർബത്തിൻ്റെ 2 പയ്യന്മാർ ഭയങ്കരമായിട്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, എല്ലാ പാട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുലുക്കി സർബത്തൊക്കെ കുടിച്ചു വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇനി നാളെ പോകണം. നാളെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുലർച്ചെ 5 മണിക്കൊക്കെയാണ് തിരിച്ച് വരിക.